അഹമ്മദാബാദിലെ വിമാനാപകടം രാജ്യത്തെ നടുക്കിയ സംഭവം തന്നെയാണ്. ഇന്നലെ നമ്മളത് ചർച്ച ചെയ്ത് പറഞ്ഞിരുന്നു. ഒരു സ്ഫോടന ശബ്ദം കേട്ടു എന്ന്. ഒരു ദുരൂഹമായ ഒരു കാര്യമല്ലേ അത്? അല്ല, നമ്മൾ ഇന്നലെ സ്ഫോടന ശബ്ദം കേട്ടു, അതിനുശേഷം വിമാനം തീ പിടിച്ചുവെന്ന് അവിടുത്തെ പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ റിപ്പോർട്ട് ചെയ്തു. അപ്പോൾ കുറേയേറെ ആളുകൾ ഇതിന് താഴെ വന്നിട്ട് നമ്മളെ ചീത്ത വിളിക്കുകയും വ്യാജ വാർത്ത എന്നൊക്കെ പറയുകയും ചെയ്തു. അപ്പോൾ അത് തന്നെ ആദ്യം ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് ആരംഭിക്കാം. ഞാനിപ്പോൾ എൻ്റെ പക്കലിരിക്കുന്ന NDTVയുടെ വാർത്തയാണ്, സൈറ്റാണ്. NDTV രാജ്യത്തെ ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ന്യൂസ് ചാനലാണ്, തർക്കമില്ലല്ലോ. അപ്പോൾ അത് പ്രേക്ഷകരെ കാണിക്കാം. NDTVയുടെ ന്യൂസ് ചാനലിൽ പറയുന്നു, മിസ്റ്റർ രമേഷ് ടോൾഡ് ഹിന്ദുസ്ഥാൻ ടൈംസ് newspaper that he heard a loud noise about 30 seconds after taking off and the plane crashed. 30 seconds after takeoff, there was a loud noise and then the plane crashed. It all happened so quickly. He told the newspaper from hospital. ആശുപത്രിയിൽ നിന്ന് രമേശ് എന്ന് പറയുന്ന ഒരാൾ ഹിന്ദുസ്ഥാൻ ടൈംസിനോട് പറഞ്ഞു, വിമാനം പറന്നുയർന്ന് 30 സെക്കൻഡ് 30 മിനിറ്റ്സ് അല്ല 30 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ദർ വാസ് എ ലൗഡ് നോയ്സ്, അവിടെ ഒരു ഭയാനകമായ വലിയ ശബ്ദമുണ്ടായി. ആൻഡ് ദെൻ ദ പ്ലെയിൻ ക്രാഷ്ഡ്, എന്നിട്ട് വിമാനം തകർന്നു എന്ന്. ഇറ്റ് ആൾ ഹാപ്പൻ സോ ക്വിക്ക്ലി, വളരെ പെട്ടെന്ന് തന്നെ ഇത് സംഭവിച്ചു. ഹി ടോൾഡ് ദ ന്യൂസ് പേപ്പർ ഫ്രം ഹോസ്പിറ്റൽ. ഇയാൾ ഈ ന്യൂസ് പേപ്പറിനോട്, ഏത് ന്യൂസ് പേപ്പറിനോട്? ഹിന്ദുസ്ഥാൻ ടൈംസിനോട് ആശുപത്രിയിൽ വെച്ച് പറഞ്ഞു. ഇതാണ് നമ്മൾ ഇന്നലെ പറഞ്ഞത്. ഇത് പറഞ്ഞപ്പോൾ കുറേ ആളുകൾ വന്നിട്ട് നമ്മളെയൊക്കെ ചീത്ത വിളിക്കുന്ന ആളുടെയൊക്കെ പേര് ഞാൻ ശ്രദ്ധിച്ചു. ഞാൻ പറയുന്നില്ല, ആളുകൾക്ക് ഊഹിക്കാം ആരായിരിക്കുന്നത്. കാരണം എന്തിനാണ് അവരിത്ര ആശങ്കപ്പെടുന്ന? ഒരു വിമാനം തകർന്നു, ഒരു പക്ഷേ അതിനകത്ത് വല്ല അട്ടിമറി ഉണ്ടോ എന്നൊരു സംശയം നമ്മൾ പറഞ്ഞാൽ ഒരു വിഭാഗം ആളുകൾക്ക് വല്ലാത്ത ആശങ്കയുണ്ടാകുന്നു. പണ്ടൊരു കഥ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒരു പയ്യനെ പോക്കറ്റടിക്ക് പോലീസ് പിടിച്ചു എന്നുള്ള വാർത്ത കേട്ടു. ഉടനെ ഒരു വീട്ടിലാകുമ്പോഴേക്കും അയ്യോ അത് എൻ്റെ മോനാവല്ലേ എന്ന് ഒരു വീട്ടിലെ വീട്ടമ്മ പ്രാർത്ഥിച്ചു. എന്ന് പറഞ്ഞാൽ ആ വീട്ടമ്മയുടെ മകൻ സാധാരണയായി പോക്കറ്റടിക്കുന്ന ആളാണ്. അതുകൊണ്ടാണ് ഒരു പോക്കറ്റടിക്കാരനെ പിടിച്ചു എന്ന് പറയുമ്പോഴത്തേക്ക്, അതേ 18 വയസ്സുള്ള ഒരു പോക്കറ്റടിക്കാരനെ നിന്ന് പിടിച്ചു എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ വീട്ടിലുള്ള അമ്മമാർക്ക് വിഷമം വരത്തില്ല. ഒരമ്മയ്ക്ക് വിഷമം വന്നു. കാരണം ആ അമ്മയുടെ മകൻ അങ്ങനെ പോക്കറ്റടിക്ക് ചെയ്യുന്നവനാണ്, അത് അമ്മയ്ക്കറിയാം. അതുകൊണ്ട് എൻ്റെ മകനാവല്ലേ എന്ന് ആ അമ്മ പ്രാർത്ഥിച്ചു. ഇത് നേരത്തെ ഇവിടെ കളമശ്ശേരിയിൽ ബോംബ് സ്ഫോടനം ഉണ്ടായല്ലോ, ഈ യഹോവ സാക്ഷികളുടെ സമ്മേളന സ്ഥലത്ത്. അപ്പോഴും ഇവിടെ ഒരുപാട് പേർ പ്രാർത്ഥിച്ചു, അയ്യോ അത് നമ്മുടെ ആയിരിക്കരുത് എന്ന് പ്രാർത്ഥിച്ചു. അതിനെന്താ അങ്ങനെ നമ്മുടെ ആവരുതെന്ന് പ്രാർത്ഥിക്കാൻ എന്താ കാരണം? പോക്കറ്റടിക്കാരൻ്റെ ഉദാഹരണം ഓർത്താൽ മതി. അതുപോലെ വിമാനം തകർന്നതിന് മുന്നിൽ ദുരൂഹതയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒരു വിഭാഗം ആളുകൾക്ക് വല്ലാത്ത അസ്വസ്ഥത ഉണ്ടാവുന്നുണ്ടെങ്കിൽ എന്താ കാരണം? ഇത്തരം കൃത്യങ്ങൾ ചെയ്യുന്നത് അതുപോലുള്ള കുറച്ച് ആൾക്കാരുമായി ലോകത്തെമ്പാടും ചില ആളുകളാണ് എന്ന് ഇവർക്ക് ബോധ്യമുണ്ട്. ആ ബോധ്യമുള്ളത് നല്ലതാണ്. കാരണം ആ ബോധ്യം ഉണ്ടെങ്കിൽ തിരുത്താൻ പറ്റുള്ളൂ. അത് തിരുത്തലാണ് വേണ്ടത്. അതവിടെ നിൽക്കട്ടെ, അതല്ലല്ലോ നമ്മുടെ വിഷയം. അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞതിനെ ദുർവ്യാഖ്യാനം ചെയ്ത് നമ്മളെ ചീത്ത വിളിക്കുന്ന കുറേ ആളുകളെ ഉള്ള മറുപടി ഒന്നും പറയാതെ പോകുന്നത് ശരിയല്ല എന്നുള്ളതാണ്. നമ്മളാണ് മെയ്ഡേ എന്നുള്ള കോൾ 3 പ്രാവശ്യം പോയി എന്നുള്ള ആദ്യം റിപ്പോർട്ട് ചെയ്തു. നമ്മളാണ് ഈ സ്ഫോടന ശബ്ദം കേട്ടു എന്നുള്ള ഹിന്ദുസ്ഥാൻ ടൈംസിൻ്റെയും NDTVയുടെയും റിപ്പോർട്ടിനെ ആധാരമാക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ കൊച്ചി സ്റ്റുഡിയോ ഇരുന്നിട്ട് നമുക്ക് ഈ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും നടക്കുന്ന കാര്യങ്ങൾ നേരിട്ട് റിപ്പോർട്ട് ചെയ്യാനുള്ള സംവിധാനമൊന്നുമില്ല നമുക്ക്. നമ്മൾ വിശ്വസനീയമായ മറ്റു മാധ്യമങ്ങളെ, ഇന്ത്യയിലെ വിദേശത്തെയും മാധ്യമങ്ങളെ വിശ്വസനീയമായ NDTV, ഹിന്ദുസ്ഥാൻ ടൈംസ് തുടങ്ങി ഇന്ത്യയിലെയും വിദേശത്തെയും മാധ്യമങ്ങളെ അവലംബിച്ചിട്ടാണ്, അവരുടെ സൈറ്റുകളിൽ നിന്ന് വാർത്ത എടുത്തിട്ടാണ് നമ്മൾ പ്രേക്ഷകർക്ക് കൊടുക്കുന്നത്. അതുകൊണ്ട് ചിലരൊക്കെ ചോദിക്കും, ഈ പറയുന്നൊന്നും വേറെങ്ങും കണ്ടിട്ടില്ലല്ലോ. വേറുള്ളവർ ചെയ്യാത്തവർ നമ്മളെന്ത് ചെയ്യുന്നു? നമ്മൾ പണിയെടുക്കുന്നു, നമ്മൾ അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നു. ഇതാണ് നമ്മുടെ ഒരു വാർത്തയുടെ രീതി. അതുകൊണ്ട് തന്നെയാണ് ഈ പല വാർത്തകളും മറ്റു പലരെക്കാളും ആദ്യം നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റുന്ന നമ്മളൊരു ചെറിയ റിസർച്ച് പണി ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ മറ്റു മാധ്യമങ്ങൾ എന്ന് പറയും, നമ്മൾ തള്ളാറില്ല. തള്ളാണെന്ന് തോന്നുന്നത് കേൾക്കുന്നവൻ്റെ കുഴപ്പമാണ്. ശരി, നമുക്ക് വരാം. ഇപ്പോൾ ഈ വിമാനം തകർന്നത് എയർ ഇന്ത്യ 171 ഡ്രീം ലൈനർ എന്ന് പറയുന്ന വിമാനം. ഡ്രീം ലൈനർ എന്ന് പറയുന്നത് ബോയിങ് വിമാനങ്ങളുടെ ഏറ്റവും സുരക്ഷിതമായ വിമാനങ്ങളാണെന്നാണ് പറയുന്നത്. ആ വിമാനം എങ്ങനെ തകർന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടാണ്. ഈ ഡ്രീം ലൈനർ വിമാനത്തിൻ്റെ സുരക്ഷാ സംവിധാനങ്ങളെക്കുറിച്ച് നമുക്കൊരു വേറൊരു വീഡിയോ ചെയ്യാം. അല്ലെങ്കിൽ ഈ വീഡിയോ ഒരുപാട് വലുതായിപ്പോൾ. ഇത് കഴിഞ്ഞിട്ട് എന്തൊക്കെയാണ് ഡ്രീം ലൈനർ എന്ന് പറയുന്ന ഈ കാറ്റഗറിയിൽപ്പെട്ട വിമാനം ഏറ്റവും സുരക്ഷിതമാണ് എന്ന് പറയാൻ, എനിക്കൊന്ന് ഡ്രീം ലൈനർ വിഭാഗത്തിൽപ്പെട്ട ആദ്യത്തെ വിമാനത്തിൻ്റെ അപകടമാണ് ഇതെന്ന് തോന്നുന്നു. അങ്ങനെയാണ് ഞാൻ കണ്ടത്. ഇതിനു മുമ്പ് ഡ്രീം ലൈനർ തകർന്നിട്ടില്ല. അപ്പോൾ ഈ വിമാനം
ഇതുവരെയുള്ള കാര്യങ്ങൾ വെച്ചിട്ട് ഒരു 5 പ്രധാനപ്പെട്ട സംശയങ്ങളാണ് പ്രധാനമായിട്ടുള്ള. ആറാമതൊരു സംശയമുണ്ട്, അതൊരു ക്രൂഷ്യലാണ്, അത് സ്വാഭാവികമായും ഉണ്ടാവും, അട്ടിമറി ഉണ്ടോ എന്നുള്ളത്. അട്ടിമറി സംശയം മാറ്റി നിർത്തിയാൽ 5 പ്രധാനപ്പെട്ട സംശയങ്ങൾ. 1, ലാൻഡിംഗ് ഗിയർ. ലാൻഡിംഗ് ഗിയർ എന്ന വിമാനം ഇറങ്ങുമ്പോൾ അതിൻ്റെ ചക്രങ്ങൾ ഇറങ്ങി വരും. വിമാനം പൊങ്ങുമ്പോൾ ടേക്ക് ഓഫ് ചെയ്യുമ്പോഴും ഈ ചക്രങ്ങൾ ഉണ്ടാവും. പക്ഷേ വിമാനം പൊങ്ങിക്കഴിഞ്ഞാൽ ഈ ചക്രങ്ങൾ അകത്തേക്ക് കയറിപ്പോകും. പക്ഷേ ഈ വിമാനത്തിൻ്റെ ചക്രങ്ങൾ പുറത്തായിരുന്നു. അതായത് വിമാനം റൺവേയിൽ നിന്ന് ഓടി പൊന്തിക്കഴിഞ്ഞാൽ ഒരു 200 മീറ്റർ പൊക്കി കഴിയുമ്പോഴത്തേക്ക് ചക്രങ്ങൾ അകത്തേക്ക് കയറണം. പക്ഷേ ഈ വിമാനത്തിൻ്റെ ചക്രങ്ങൾ അകത്തേക്ക് കയറിയില്ല. എന്തുകൊണ്ട്? വീഡിയോയിലെല്ലാം വിമാനത്തിൻ്റെ ചക്രങ്ങൾ കാണാം. അതായത് ലാൻഡിംഗ് ഗിയർ ഉപയോഗിച്ച് ഈ ചക്രങ്ങൾ ഉയർത്തിയില്ല. എന്തുകൊണ്ട്? അതൊന്നാമത്തെ ചോദ്യം. രണ്ടാമത്തത്, വിമാനത്തിന് 2 എഞ്ചിനുകളുണ്ട്. 2 എഞ്ചിനുകളും ഒരേ സമയം കേടായോ? അങ്ങനെ കേടാകുമോ? അങ്ങനെ കേടായതിനെക്കുറിച്ച് മുമ്പധികം കേട്ടിട്ടില്ല. അങ്ങനെ രണ്ടും ഒരേ സമയത്ത് കേടായെങ്കിൽ എന്താണ് കാരണം? മൂന്നാമത്തത്, അങ്ങനെ കേടാവണമെങ്കിൽ ഇന്ധനത്തിനൊരു തടസ്സം ഉണ്ടാവണം. 2 എഞ്ചിനിലേക്കും ഇന്ധനം കിട്ടിയില്ലെങ്കിൽ എഞ്ചിൻ നിന്നുപോകും. അതെങ്ങനെ ഉണ്ടായി? ഒന്നെങ്കിൽ എഞ്ചിനിലേക്കുള്ള ഇന്ധനത്തിൻ്റെ ഫ്ലോയ്ക്ക് ബ്ലോക്ക് ഉണ്ടായി, അല്ലെങ്കിൽ കണ്ടാമിനേറ്റഡ് ആയിരിക്കണം. എന്ന് വെച്ചാൽ ഈ ഏവിയേഷൻ ഫ്യൂവലിനകത്ത് മായം കലർന്നിട്ടുണ്ടാകണം, വെള്ളം കയറിയിട്ടുണ്ടാകണം. അതിനുള്ള സാധ്യത വളരെ കുറവാണ്. ഏവിയേഷൻ ഫ്യൂവലിനകത്ത് വെള്ളം കലരാനോ അല്ലെങ്കിൽ എന്തെങ്കിലും മായം കലർന്നിട്ട് എൻജിൻ ബ്ലോക്ക് ആവുക. നമുക്കറിയാലോ, ഡീസൽ വണ്ടിക്കകത്ത് പെട്രോൾ ഒഴിച്ചാൽ വണ്ടി കേടായിപ്പോവും. പെട്രോൾ വണ്ടിക്കകത്ത് ഡീസൽ ഒഴിച്ചാലും പമ്പിലൊക്കെ ചിലപ്പോൾ മാറിപ്പോയി എന്ന് കേൾക്കാറുണ്ട്. എന്ന് പറയുന്ന പോലെ നമ്മൾ ഒഴിക്കുന്ന മണ്ണെണ്ണ കലർന്ന പെട്രോളോ ഡീസലോ നമ്മുടെ കാറിനകത്തോ ബൈക്കിനകത്തോ ഒഴിച്ചാലും കംപ്ലൈൻറ്റ് ഉണ്ടാവും. എന്ന് പറയുന്ന പോലെ കണ്ടാമിനേഷൻ, മാലിന്യം അല്ലെങ്കിൽ മായം കലർന്നിട്ടുണ്ടോ, അതോ കലർത്തിയതാണോ, അതിനുള്ള സാധ്യത. ഇനി രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട, വിമാനത്തിൻ്റെ ചിറകുകളിൽ ഫ്ലാപ്പുകളുണ്ട്. വിമാനം പൊങ്ങുകയും താഴുകയും അനുസരിച്ച് ഈ ഫ്ലാപ്പുകൾ വിടർന്നു വരും. വിമാനത്തിൻ്റെ ചിറക് ഭാഗത്തിരുന്ന് യാത്ര ചെയ്തിട്ടുള്ളവർക്ക് അതിൻ്റെ ചിത്രം നമുക്ക് കാണിക്കാം. ഈ ഫ്ലാപ്പുകൾ ടേക്ക് ഓഫ് സമയത്ത് എന്തിനാണ് താഴ്ത്തിയത്? ടേക്ക് ഓഫ് സമയത്ത് ഇത് പൊങ്ങി നിൽക്കണം, പക്ഷേ ഇത് ഫ്ലാപ്പുകൾ താഴ്ന്നാണ് ഇരുന്നത്. ഇനി അടുത്ത സാധ്യത വളരെ കോമൺ ആണ്, പക്ഷി വന്നിടിച്ചതാണോ? പക്ഷി വന്നിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ 5 സാധ്യതകൾ പ്ലസ് എന്തെങ്കിലും അട്ടിമറി, അങ്ങനെ 6 സാധ്യതകളാണ് എയർക്രാഫ്റ്റ് ആക്സിഡൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ ഉൾപ്പെടെ പോലീസ് ഉൾപ്പെടെ അന്വേഷിക്കുന്നത്. ഇതിൻ്റെ ഉത്തരം ടെക്നിക്കൽ സൈഡിൽ നിന്ന് വരേണ്ടതാണ്. അത് വരട്ടെ. അതിന് മുമ്പ് നമുക്ക് നോക്കേണ്ടത്, ഞാൻ ആദ്യം പറഞ്ഞ ലാൻഡിംഗ് ഗിയറിൻ്റെ കാര്യം ഒന്ന് പരിശോധിക്കാം. ലാൻഡിംഗ് ഗിയർ താഴ്ന്നിരുന്നാൽ വിമാനം വളരെ സിമ്പിളാണ്, വിമാനം മുകളിലേക്ക് കുതിച്ചു പോകുന്നതിന് തടസ്സം ഉണ്ടാവും. അതാണ് സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു കാര്യം. അതായത് സാധാരണ ഈ വിമാനം 600 അടി ഉയരത്തിലെത്തി കഴിഞ്ഞിട്ടാണ് വിമാനം തകർന്നു വീഴുന്നത്. സാധാരണ വിമാനങ്ങളിൽ ഒരു 200-400 അടി ഉയർത്തുമ്പോഴേക്ക് തന്നെ വിമാനത്തിൻ്റെ വീലുകൾ ലാൻഡിംഗ് ഗിയർ ഉപയോഗിച്ച് അകത്തേക്ക് കയറ്റും. ഇത് ഈ വിമാനത്തിൽ സംഭവിച്ചിട്ടില്ല. 600 മീറ്റർ ഉയർന്നിട്ടും ലാൻഡിംഗ് ഗിയറുകൾ ഉയർന്നില്ല. എന്താ കാര്യം? അത് ലാൻഡിംഗ് ഗിയർ ഉയർത്തുന്ന ഹൈഡ്രോളിക് സംവിധാനം ഉപയോഗിച്ചിട്ടാണ് ലാൻഡിംഗ് ഗിയറുകൾ ഉയർത്തുന്നത്. അപ്പോൾ ഉയർത്താതിരിക്കുന്നതിൻ്റെ കാരണം എന്താണ്? 2 കാരണങ്ങൾ പറയാം. 3 കാരണങ്ങൾ. ഒന്ന്, ഹൈഡ്രോളിക് സംവിധാനത്തിന് കേടുപറ്റി, അല്ലെങ്കിൽ പൈലറ്റ് മറന്നുപോയി. വിമാനം പൊങ്ങിക്കഴിഞ്ഞ് ഗിയർ വലിച്ച് ലാൻഡിംഗ് ഗിയർ വലിച്ചു വെക്കാൻ മറന്നുപോയി കാണും. മൂന്നാമത്തത്, എന്തോ ഒരു കുഴപ്പമുണ്ട്, അതുകൊണ്ട് ഉടനെ തിരിച്ചിറങ്ങണമെങ്കിൽ വീലുകൾ പുറത്ത് പോകണമല്ലോ, അതുകൊണ്ട് ലാൻഡിംഗ് ഗിയർ ഉയർത്താതെ താഴ്ത്തി തന്നെ വെച്ചു. ഈ 3 സാധ്യതകൾ. പക്ഷേ അതോടൊപ്പം വേറെ കാര്യമുണ്ട്. ഈ ഫ്ലാപ്പുകൾ നേരെയായിരുന്നു, ഫ്ലാപ്പുകൾ ഉയർന്നില്ല, ഫ്ലാപ്പുകൾ മടങ്ങിയിരുന്നു. ലാൻഡിംഗ് ഗിയർ താഴ്ന്നിരിക്കുകയും ഫ്ലാപ്പുകൾ നേരെ ഇരിക്കുകയും ചെയ്താൽ ഗുരുതരമായ പ്രശ്നം ഉണ്ടാവും. അതായത് ടേക്ക് ഓഫ് സമയത്ത് പറന്ന് കയറുകയാണ് അല്ലേ, പറന്ന് മുകളിലേക്ക് കയറുമ്പോൾ ചിറകിന് താഴെയുള്ള പാളികൾ താഴ്ത്തി വെക്കണം. പക്ഷെ മുകളിലേക്ക് അതെന്തിനാന്ന് വെച്ചാൽ മുകളിലേക്കുള്ള തള്ളൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതൊരു ലിഫ്റ്റ് ചെയ്യുക, വിമാനത്തെ ലിഫ്റ്റ് ചെയ്ത് കയറ്റുകയാണ്. ഇത് കുറഞ്ഞാൽ എന്ത് പറ്റുമെന്നറിയോ? ഈ ലിഫ്റ്റ് കുറഞ്ഞാൽ ടേക്ക് ഓഫും പറന്ന് കയറലും നടക്കത്തില്ല. നമ്മൾ നോക്കുമ്പോൾ വിമാനം മുകളിലോട്ടല്ല പോകുന്നത്, വിമാനം താഴത്തോട്ട് പോവുകയാണ്. അപ്പം ഈ ലാൻഡിംഗ് ഗിയർ ഇരിക്കുകയും ഫ്ലാപ്പുകളുടെ പൊസിഷൻ തെറ്റായി ഇരിക്കുകയും ചെയ്തപ്പോൾ വിമാനത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിനെ ബാധിച്ചു. അവിടുത്തെ റൺവേ നമ്പർ 23-ൽ നിന്നാണ് വിമാനം പറന്നു വരുന്നത്. ആ റൺവേ നമ്പർ 23-ക്ക് 3505 മീറ്റർ നീളമുണ്ട്. പക്ഷേ അത്രയും മീറ്റർ ഓടിയാൽ പോരായിരുന്നു ടേക്ക് ഓഫിന് മുമ്പ്. 1900 മീറ്റർ എത്തിയപ്പോഴത്തേക്കും വിമാനം ഉയർന്നു.
ഉയർന്ന് ഈ ഫ്ലാപ്പുകൾ നേരെയാക്കുന്നപ്പോഴാണ് വിമാനം പറന്നു പൊങ്ങി 1000 മീറ്റർ 1000 അടി 1000 അടിയെങ്കിലും മുകളിലെത്തുമ്പോഴാണ് സാധാരണഗതിയിൽ ഈ ഫ്ലാപ്പുകൾ, ചിറകിലെ ഫ്ലാപ്പുകൾ, ചിത്രം കാണുമ്പോൾ അറിയാം പ്രേക്ഷകർ, മടക്കി വെക്കുന്നത്. അപ്പോഴാണ് അത് നേരെയാക്കുന്നത്. പക്ഷേ ഇവിടെ അത് സംഭവിച്ചില്ല. ഇവിടെ സംഭവിച്ച നേരെ തിരിച്ചാണ്. 625 അടിയിൽ വിമാനം വീണു. കാരണം 200-400 മീറ്റർ ആയപ്പോഴത്തേക്ക് ഉയർത്തേണ്ട ലാൻഡിംഗ് ഗിയർ ഉയർത്തിയില്ല. ഫ്ലാപ്പുകളുടെ കാര്യത്തിലും രണ്ട് സമയത്തും ഈ ടേക്ക് ഓഫ് സമയത്ത് ചെയ്യാൻ പാടില്ലാത്ത 2 കാര്യങ്ങൾ വിമാനത്തിൽ, ഫ്ലാപ്പുകളുടെ കാര്യത്തിലും ലാൻഡിംഗ് ഗിയറിൻ്റെ കാര്യത്തിലും വീഴ്ച വന്നു. ഇനി എന്താണെന്ന് നോക്കൂ. ഇനിയിപ്പം ലാൻഡിംഗ് ഗിയർ, ഇപ്പോൾ ഫ്ലാപ്പുകളും ലാൻഡിംഗ് ഗിയറും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഉണ്ടായത്. ശരി, പെട്ടെന്ന് പൈലറ്റ് ഗിയർ വലിച്ചു. ലാൻഡിംഗ് ഗിയർ വലിക്കാനുള്ള ഗിയറാണെന്ന് പറഞ്ഞ് വലിച്ചത് ഫ്ലാപ്പുകൾ നേരെയാക്കുന്ന ഗിയറാണെങ്കിലോ മാറിപ്പോവല്ലോ. അതുകൊണ്ട് സംഭവിച്ചതാണെങ്കിൽ അപ്പം ലാൻഡിംഗ് ഗിയർ അങ്ങനെ തന്നെ ഇരിക്കും, ഫ്ലാപ്പുകൾ കൂടെ നേരെയാവും. അങ്ങനെ സംഭവിക്കാമോ? അങ്ങനെ സംഭവിക്കുമ്പോൾ അതിന് ഉത്തരം ഡ്രീം ലൈനർ എന്ന് പറയുന്ന കാറ്റഗറിയിൽപ്പെട്ട വിമാനത്തിൽ അത് ഒരിക്കലും സംഭവിക്കത്തില്ല. കാരണം പൈലറ്റിൻ്റെ തൊട്ടടുത്തല്ല ഈ ലാൻഡിംഗ് ഗിയർ ഉള്ളത്. അത് പൈലറ്റുമാരുടെ 2 പൈലറ്റുമാരുണ്ട്, പൈലറ്റും സഹ പൈലറ്റും ഉണ്ട്. 2 പേരുടെ നടുക്കും ഇരിക്കുന്ന പെഡസ്റ്റലിൽ എൻജിൻ ത്രോട്ടിലിനടുത്താണ് ഫ്ലാപ്പിൻ്റെ ലിവർ ഉള്ളത്. ലാൻഡിംഗ് ഗിയർ ഇരിക്കുന്നത് മെയിൻ ഇൻസ്ട്രുമെൻ്റൽ പാനലിൽ, ഫ്ലൈറ്റ് ഡിസ്പ്ലേ പാനലിൽ താഴെ ക്യാപ്റ്റൻ്റെ ഇടത് സൈഡിലാണ്. ഒരെണ്ണം നേരെ ഫ്രണ്ടിലും ഒരെണ്ണം ഇവിടെയാണ്. അപ്പോൾ ഇത് മാറിപ്പോകാനുള്ള സാധ്യത ഒട്ടുമില്ല. എവിടെ? ഡ്രീം ലൈനർ വിമാനത്തിൽ. മറ്റ് ചില വിമാനങ്ങളിൽ 2 അടുത്തടുത്താണ്, ചിലപ്പോൾ ഒന്നിന് പകരം മറ്റത് വലിച്ചു പോകാം. പക്ഷേ ഡ്രീം ലൈനറിൽ ഇത് 2ഉം 2 ഇനി അപ്പോൾ ഇങ്ങനെ വിമാനം ഇങ്ങനെ ഈ പറഞ്ഞ പോലെ ഫ്ലാപ്പുകൾ ഇറങ്ങി തന്നെ നിൽക്കുന്ന വീലുകളും നേരെയാകാത്ത ഫ്ലാപ്പുകളും ഒരു വിമാനത്തിനുണ്ടായാൽ അതിനർത്ഥം വിമാനം അപകടത്തിൽപ്പെട്ടു എന്നാണ്. അപ്പോൾ തുടക്കം മുതൽ തന്നെ ഈ വിമാനത്തിൽ അപകടകരമായ ഒരു ടെക്നിക്കൽ ഫോൾട്ട് വീലുകളുടെ കാര്യത്തിൽ, ചിറകിലെ ഫ്ലാപ്പുകളുടെ കാര്യത്തിലുണ്ടായിരുന്നു. അതെന്തുകൊണ്ടാണെന്നാണ് അറിയുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടി ഇരുന്നുള്ള പ്രശ്നം എന്നറിയോ? പറന്നു പൊങ്ങാനുള്ള ശേഷി, മുകളിലേക്കുള്ള തള്ളൽ കുറയും. വീലുകളിരിക്കുന്നു, ഫ്ലാപ്പുകൾ നേരെയിരിക്കുന്നു. തള്ളി താഴേക്ക് നിൽക്കുന്ന വീലുകൾ വായു പ്രവാഹത്തിന് തടസ്സമുണ്ടാക്കും. അങ്ങനെ വിമാനത്തെ പുറകോട്ട് ഡ്രാഗ് ചെയ്യും, പിന്നാക്കം വലിക്കും. നമ്മളിത് കണ്ടതാണ്. വിമാനം ഉയരാതെ വിമാനം പൊങ്ങുന്നില്ല, വിമാനത്തിൻ്റെ വേഗം കുറഞ്ഞു വരിക. ടേക്ക് ഓഫ് ചെയ്യുന്ന വിമാനത്തിൻ്റെ വേഗം കൂടി ഉയർന്നു പോകുന്നതിന് പകരം ഈ വിമാനത്തിൻ്റെ വേഗം കുറഞ്ഞ് താഴേക്ക് വന്നു. അപ്പോൾ വളരെ കൃത്യമാണ്, വിമാനത്തിന് ഈ അപകടം പറ്റാനുള്ള ഒരു കാരണം ഈ ലാൻഡിംഗ് ഗിയറുകളുടെയും ചിറകിലെ ഫ്ലാപ്പുകളുടെയും കാര്യത്തിൽ വന്ന വീഴ്ചയാണ്. ആ വീഴ്ച എന്തുകൊണ്ടുണ്ടായത്? നേരത്തെ പറഞ്ഞ പോലെ ടെക്നിക്കലി ആണോ മാനുവലി ആണോ, ഇനി മനഃപൂർവ്വം ഈ വിമാനം ഉയർത്താൻ പറ്റില്ല, അതുകൊണ്ട് അതിനെ തിരിച്ചിറക്കണം എന്ന് കരുതിയിട്ട് പൈലറ്റ് മനഃപൂർവ്വം തിരിച്ചിറക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി അങ്ങനെ വെച്ചതാണോ എന്നറിയില്ല. അപ്പോൾ ഈ അവസ്ഥ ഉണ്ടായിട്ട് വിമാനം ഉയരാതെ അതിൻ്റെ വേഗം ഉയരുമ്പോൾ എന്ത് പറ്റുന്നറിയോ? സ്വാഭാവികമായും നമ്മൾ കണ്ടതുപോലെ വിമാനത്തിൻ്റെ മൂക്ക് മുകളിലേക്ക് ഉയർത്താൻ ശ്രമിക്കും. നമ്മൾ കണ്ടത് വിമാനത്തിൻ്റെ മുൻഭാഗം മുന്നിലേക്ക് വരികയാണ്. അപ്പോഴത്തേക്ക് വേഗത കുറവാണ്, കുറഞ്ഞ ലിഫ്റ്റാണ്. അപ്പോൾ ഇത് പറ്റി പിന്നെയും അത് മുകളിലേക്കുള്ള തള്ളൽ പിന്നെയും കുറയും. വിമാനം ആ സമയത്ത് വിമാനത്തിൻ്റെ അവസ്ഥ, എൻജിൻ പ്രവർത്തിക്കുന്നുമില്ല. അപ്പോൾ അതിന് വിമാനം സ്റ്റാൾ ചെയ്തു എന്നാണ് പറയുന്നത്. സ്റ്റാൾ ചെയ്യുന്ന വിമാനം അനങ്ങാതായിപ്പോയി. അനങ്ങാതാവുമ്പോൾ ഭാരമുള്ള ഒരു കല്ല് വീഴുന്നത് പോലെ വിമാനം താഴത്തേക്ക് വീഴും. ഇന്നലെ നമ്മൾ കണ്ട വീഡിയോയിൽ കാണുന്നത് അങ്ങനെയാണ്. അപ്പോൾ വിമാനം പതിച്ചത് ഇങ്ങനെയൊക്കെ ആകാം എന്നുള്ള ഒരു ടെക്നിക്കൽ അഡ്വൈസ് ഇപ്പോൾ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ സാങ്കേതിക വിദഗ്ധരല്ല, നമ്മൾ ഇത് കണ്ട ഓൺലൈനിലും മറ്റ് വിദഗ്ധരൊക്കെ പറഞ്ഞിരിക്കുന്ന നോട്ട്സിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ വിമാനം ഇങ്ങനെയായിരിക്കാം വീണ്ടിരിക്കുന്നതെന്ന് പറയുന്നത്. അപ്പോഴും ചോദ്യങ്ങൾ ബാക്കിയാണ്. എന്തുകൊണ്ടാണ് മെയ്ഡേ സന്ദേശം, ഹെൽപ്പ് മീ, ഞങ്ങളെ സഹായിക്കൂ എന്നുള്ള മെസ്സേജ് 3 തവണ എയർ ട്രാഫിക് കൺട്രോളിലേക്ക് പോയത്? അതിനുശേഷം എന്തുകൊണ്ട് റേഡിയോ കമ്മ്യൂണിക്കേഷൻ നഷ്ടപ്പെട്ടു? ഇനിയിപ്പോൾ വീലിൻ്റെയും ഫ്ലാപ്പിൻ്റെയും പ്രശ്നങ്ങളുണ്ടെങ്കിൽ റേഡിയോയ്ക്ക് എന്ത് പറ്റി? എന്താണ് എന്ന് ചോദിക്കുമ്പോൾ അതിനുള്ള മറുപടി പറയാമല്ലോ. റേഡിയോ ഓഫായിപ്പോയി.
പിന്നെ എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചെന്നുള്ള ചോദ്യം ഇപ്പോഴും ബാക്കിയാണ്. വിമാനം ഇത് വളരെ ടെക്നിക്കലായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എന്തുകൊണ്ടാണെന്നുള്ളത് നമുക്കും അറിയില്ല. നമ്മുടെ പ്രേക്ഷകർക്ക് ഏതാണ്ട് ചിത്രം കിട്ടാൻ വേണ്ടി നമ്മൾ പറഞ്ഞതാണ് വിമാനം പറക്കുന്നത് ഇങ്ങനെയാണ്, വിമാനത്തിൻ്റെ വേഗം ഇങ്ങനെയാണ്, വിമാനത്തിൻ്റെ ഗതി നിയന്ത്രിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്, ഇങ്ങനെയൊക്കെ വളരെ ടെക്നിക്കലായുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞത്. പക്ഷേ ഇതിനകത്ത് സാധാരണക്കാർക്ക് മനസ്സിലാവാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. വളരെ ലളിതമായി പറയാനാണ് ശ്രമിച്ചത്. പക്ഷേ ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങളിലൂടെയാണ് വിമാനം തകർന്നു വീണത്. വിമാനത്തിൻ്റെ തുടക്കം മുതൽ കുഴപ്പങ്ങളുണ്ടായിരുന്നു എന്ന് ഉള്ള ഏകദേശ ധാരണ ഇപ്പോൾ കിട്ടുന്നുണ്ട്. അതിനുള്ള ഉത്തരം എന്തുകൊണ്ട് ഇങ്ങനത്തെ കുഴപ്പം സംഭവിച്ചു എന്നുള്ളത് വരും ദിവസങ്ങളിൽ അന്വേഷണങ്ങളിലൂടെയാണ് പുറത്തു വരേണ്ടത്. 2 ബ്ലാക്ക് ബോക്സുകളിൽ ഒരെണ്ണം കിട്ടിയെന്ന് പറയുന്നു. നമ്മൾ ഇന്നലെ പറഞ്ഞു ഓറഞ്ച് നിറമുള്ള ബ്ലാക്ക് ബോക്സ് എന്ന് പറഞ്ഞു. എന്നിട്ട് മലയാളത്തിൽ കറുത്ത പെട്ടി എന്ന് പറഞ്ഞാൽ ഓറഞ്ച് നിറമുള്ള കറുത്ത പെട്ടി എന്ന് പറഞ്ഞിട്ട് നമ്മളെ കളിയാക്കിയല്ലാണ്. നമ്മൾ ഓറഞ്ച് നിറമുള്ള ബ്ലാക്ക് ബോക്സിൻ്റെ മലയാളമാണ് കറുത്ത പെട്ടി എന്ന് പറഞ്ഞത്. ബ്ലാക്ക് ബോക്സ് എന്ന പേരുള്ള സാധനത്തിന് ഓറഞ്ച് നിറം ആണെന്ന് നമ്മൾ പലതവണ പറഞ്ഞിട്ടുണ്ട്. അത് കേൾക്കാതെയും ചില പണ്ഡിത കേസരികൾ നമ്മളെ വിമർശിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. ഏതായാലും നമ്മൾ വിമർശനത്തിന് അതീതരൊന്നുമില്ല. തെറ്റുപറ്റിയാൽ നമ്മൾ വിമർശിക്കണം. ഒരു നാവുപിഴ ഉണ്ടെങ്കിൽ അത് നാവുപിഴയാന്ന് മനസ്സിലാക്കണം. പക്ഷെ ശരി പറഞ്ഞാൽ ഉടനെ കളിയാക്കാൻ വരുന്ന അത് ഒരു നല്ല ശീലമല്ല എന്ന് ചിലരോടൊന്ന് പറയണം. കാരണം അവർക്ക് പ്രശ്നം എന്ന് വെച്ചാൽ ഈ വിമാന അപകടത്തിന് പിന്നിൽ ദുരൂഹതയുണ്ടോ എന്നൊരു ആശയം നമ്മൾ പങ്കുവച്ചത് ചില ആളുകൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അതിന് കാരണം വേറെയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.